നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 6. അങ്ങനെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ശക്തമായ ഒരു വടംവലിയാണ് ദൃശ്യമായതും. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നിഫ്റ്റിയൊക്കെ ഇന്ന് ആകെ 73 പോയിന്റുകൾക്ക് അടുത്തുള്ള ട്രേഡിംഗ് റേഞ്ച് മാത്രമേ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതുമുള്ളൂ. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇന്നും തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും കൺസോളിഡേഷൻ മാത്രമല്ല, കൺസോളിഡേഷൻ അതിശക്തമായി നടക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കുകയും ചെയ്യാം. ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നെങ്കിൽ കൂടിയിട്ടും നിഫ്റ്റി ഉൾപ്പെടെ ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. മാത്രമല്ല, ഇന്ന് നിഫ്റ്റിക്ക് ഒരു തവണ പോലും 24,600 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നില്ല. എന്നാൽ അതേസമയം എക്സാക്ട്ലി ഇന്നലത്തെ റെസിസ്റ്റൻസ് ലെവലായ 24,677 എന്ന ലെവലിൽ വെച്ച് തുടർച്ചയായി ഇന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റിക്ക് ശക്തമായ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. മാത്രമല്ല, മാർക്കറ്റിൽ നിന്നുടനീളം ശക്തമായ കൺസോളിഡേഷൻ ആയിരുന്നു പ്രകടമായിരുന്നതും. എങ്കിലും ഇന്ന് മാർക്കറ്റിൽ തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും കൺസോളിഡേഷൻ തുടർന്നെങ്കിലും തുടർച്ചയായി ഇന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റിക്ക് നേരിയതാണെങ്കിലും പോസിറ്റീവ്നെസ്സോട് കൂടിയിട്ട് ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായി. അതേസമയം സെൻസെക്സിന്റെ ഈ മാസത്തിലെ ഫസ്റ്റ് വീക്കിലി എക്സ്പയറി ആയിരുന്നു ഇന്ന്. സെൻസെക്സിന് ഇന്ന് 79,000 എന്ന ലെവലിന് തൊട്ട് താഴെയായിട്ട് ശക്തമായ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. എങ്കിലും 373 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് 323 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കുവാനായി. അതേസമയം ബോർഡർ മാർക്കറ്റ്സിൽ നിന്നും മിക്സ്ഡ് ആയിട്ടുള്ള സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ടും സാധിക്കുക. നിഫ്റ്റി സ്മോൾ ക്യാപ്പിന് 0.5% നേട്ടത്തോടുകൂടിയും അതേസമയം നിഫ്റ്റി മിഡ് ക്യാപ്പിന് 0.5% നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. എങ്കിലും NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 1,511 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടിയും 1,504 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഒത്തിരിയേറെ കാലങ്ങൾക്ക് ശേഷമാണ് ഏകദേശം തത്തുല്യമായി തന്നെ എന്ന് പറയാം NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ ഈക്വൽ ആയിട്ട് നിലകൊള്ളുന്നതും. സെക്ടർ വൈസ് നോക്കുമ്പോൾ ഇന്ന് നിഫ്റ്റി PSU ബാങ്ക് ആണ് ഏറ്റവും ടോപ്പ് പെർഫോമിംഗ് സെക്ടറായിട്ട് മാറിയത് 2% നേട്ടത്തോടുകൂടി. തുടർന്ന് ഓയിൽ ആൻഡ് ഗ്യാസിന് 0.25% അടുത്തും നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ നിഫ്റ്റി മീഡിയയ്ക്ക് ഇന്ന് വേഴ്സ്റ്റ് പെർഫോമിംഗ് സെക്ടറായിട്ട് മാറേണ്ടതായിട്ടും വന്നു. ഏകദേശം 1.32% ഇടിവ് നേരിട്ടുകൊണ്ട്. അതേസമയം റിയാലിറ്റിക്ക് 1.11% നഷ്ടം നേരിട്ടു. കൂടാതെ ഓട്ടോ, മെറ്റൽ തുടങ്ങിയ മേഖലകൾക്ക് നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഏകദേശം 1%-ലേറെ നഷ്ടത്തോടുകൂടി. അതായത് ഇന്നലെ നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായ മേഖലകൾക്ക് ഇന്ന് നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. നിഫ്റ്റി IT-യിൽ വീണ്ടും ഇടിവ് തുടരുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. ഇന്നും 1%-നടുത്ത് നഷ്ടത്തോടു കൂടിയിട്ടാണ് നിഫ്റ്റി IT ട്രേഡിംഗ് അവസാനിപ്പിക്കുകയും ചെയ്തത്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ബജാജ് ഓട്ടോ, JSW സ്റ്റീൽ, TMPV, ടാറ്റ സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50-യിലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ട് വന്നപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഭാരത് ഇലക്ട്രോണിക്സ്, ഇറ്റേണൽ, ടൈറ്റാൻ കമ്പനി തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50-യിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറുവാനുമായി. ഇന്ത്യൻ രൂപയ്ക്ക് ഇന്നലെ ഉണ്ടായ നേട്ടത്തിന് ശേഷം ഇന്ന് US$-നെതിരെ ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 15 പൈസയുടെ നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. Q1 ഏർണിംഗ്സിൽ 53% വർധനവ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയതിനെ തുടർന്ന് ബയോകോണിന്റെ സ്റ്റോക്ക് പ്രൈസിൽ നിന്ന് 4% ഉയർച്ച അനുഭവപ്പെട്ടപ്പോൾ Q1 ഏർണിംഗ്സിൽ നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായ നേരിയ തോതിലുള്ള ഡിപ്പിനെ തുടർന്ന് പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ സ്റ്റോക്കിൽ നിന്ന് 3% ഇടിവും അനുഭവപ്പെട്ടു. ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസിയായ ഗോൾഡ്മാൻ സാച്ചസ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ സ്റ്റോക്കിനെ അപ്ഗ്രേഡ് ചെയ്തതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കിൽ 6% ഉയർച്ചയും അനുഭവപ്പെട്ടു. ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നിശ്ചലമാക്കിക്കൊണ്ട് കൺസോളിഡേഷനോടുകൂടി ഇന്ന് മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും പോസിറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയാണെങ്കിലും ഫ്ലാറ്റ് ആയിട്ട് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഇറാനെതിരായിട്ടുള്ള 48 മണിക്കൂറിന്റെ ഡെഡ് ലൈൻ ഇന്ന് രാത്രിയോടുകൂടി അവസാനിക്കാനിരിക്കെ ഇറാനും ഒമാനും തമ്മിൽ ഹോർമൂസിലൂടെയുള്ള കപ്പലുകളുടെ പുതിയ പാതയെക്കുറിച്ചുള്ള ഡീലില് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയാണ് ഗ്ലോബൽ മാർക്കറ്റിൽ നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഇതുവരെ ഒരു ഭംഗം വന്നിട്ടുമില്ല. ഗൾഫ് രാഷ്ട്രങ്ങളും US-ഉം ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും ഇതുതന്നെയാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നതും. അങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ അത് ഹോർമൂസിലൂടെയുള്ള കപ്പലുകളുടെ സഞ്ചാരം വീണ്ടും സുഗമമാക്കുകയും ചെയ്യും. തുടർന്ന് എണ്ണയുടെ വില ഇടിയുവാനും ഇത് കാരണമാക്കും. ആയതിനാൽ തന്നെ നിലവിൽ ഹോർമൂസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള് വളരെ ക്ലൈമാക്സ് എത്തി നിൽക്കുന്ന ഈ ഒരു വേളയില്
ഗ്ലോബൽ മാർക്കറ്റ് എന്ന പോലെ തന്നെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റും നിശ്ചലമാകുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. ഹോർമൂസുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ലോകം ഇന്ന്. എന്തൊക്കെയായാലും നാളെ മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് തീരുമാനമാകും. പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം വരികയാണെങ്കിൽ അത് ഗ്ലോബൽ മാർക്കറ്റിൽ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും ഒരുപക്ഷെ ശക്തമായ റാലിയിലേക്ക് നാളെ നയിച്ചേക്കാം. അതല്ല നെഗറ്റീവായിട്ടുള്ള ഔട്ട്കം ആണ് ഹോർമോസുമായി ബന്ധപ്പെട്ട് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ശക്തമായ ഗ്യാപ് ഡൗണിനുള്ള സാധ്യതകൾക്കും വഴി തുറക്കും. ഇതിനെ തുടർന്ന് ഇന്നലെ മുതൽ ഫ്ളാറ്റ് ആയിട്ട് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന എണ്ണയുടെ വില ഇന്ന് അതേപടി തന്നെ തുടരുന്നുമുണ്ട്. ബ്രന്റ് ക്രൂഡിന്റെ വില $80 എന്ന സൈക്കോളജിക്കൽ ലെവലിലും ക്രൂഡ് ഓയിലിന്റെ വില $75 ചുറ്റുവട്ടവും നിന്നുകൊണ്ടാണ് ഇന്നും ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ആരംഭിച്ച് ഏകദേശം 6 മാസത്തിലേറെ കാലമായി ഇന്ത്യൻ മാർക്കറ്റിലെ ഹെവി വെയ്റ്റ് സ്റ്റോക്കായ റിലയൻസ് ഇൻഡസ്ട്രീസിന് ശക്തമായ ഇടിവായിരുന്നു നേരിടേണ്ടതായിട്ടും വന്നത്. നിലവിൽ സ്റ്റോക്ക് 2 ആഴ്ചകൾക്ക് മുന്നേ Q1 ഏർണിംഗ്സുകൾ വന്നെങ്കിൽ കൂടിയിട്ടും മികച്ച ഒരു പ്രകടനം തുടർന്ന് കാഴ്ചവെക്കുവാനുമായിരുന്നില്ല. തുടർന്ന് സ്റ്റോക്ക് അതിന്റെ 52 വീക്ക് ലോയുടെ അടുത്തായിട്ട് നിന്നുകൊണ്ടായിരുന്നു ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ പ്രധാനമായും ഇന്ന് 2 അപ്ഡേറ്റ്സുകൾ വന്നതിനെ തുടർന്ന് സ്റ്റോക്കിന് ഇന്ന് തീപിടിക്കുന്ന കാഴ്ചകളാണ് കാണുവാനായിട്ടും സാധിക്കുക. 3.4% നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് സ്റ്റോക്ക് ക്ലോസിംഗും രേഖപ്പെടുത്തിയത്. ഇന്ന് റിലയൻസ് ഇൻഡസ്ട്രീസിനെ ശക്തമായ ഒരു നേട്ടത്തിലേക്ക് നയിച്ച 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഒന്ന്, യുഎസുമായിട്ട് പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടുകൊണ്ട് ലാർജ് സ്കെയിലുള്ള ഒരു റിഫൈനറി യുഎസിൽ സെറ്റപ്പ് ചെയ്യുമെന്നുള്ള വാർത്തയും, കൂടാതെ റിലയൻസ് ബ്രാൻഡ്സിന്റെ പാർട്ണർഷിപ്പില് ഗ്ലോബൽ ഷേപ്പ് വെയർ ബ്രാൻഡായ സ്കിംസും തമ്മിൽ പുതിയ പങ്കാളിത്തം പ്രഖ്യാപിച്ചതിനെയും തുടർന്നാണ് ഇന്ന് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ സ്റ്റോക്കില് ശക്തമായ റാലി അനുഭവപ്പെട്ടതും. ഇതിനെല്ലാം പുറമെ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിലും വലിയ ചലനങ്ങളൊന്നും ഇല്ലായിരുന്നു. മാത്രമല്ല പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളൊന്നും ഇന്ന് മാർക്കറ്റ് ടൈമിൽ വന്നുമില്ല. പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റ്സും ഇന്ന് ടെലഗ്രാം ഗ്രൂപ്പിലും ഷെയർ ചെയ്യാനില്ലായിരുന്നു. ഇനി മൂന്നാമതായിട്ട് ടെക്നിക്കലായിട്ടുള്ള ഫാക്ടേഴ്സും ഇന്ന് മാർക്കറ്റിനെ കൺസോളിഡേഷനിലേക്ക് നയിക്കുക തന്നെ ചെയ്തു. ഇന്ന് നമ്മൾ പറഞ്ഞ 24,700, 24,800 എന്ന ലെവലുകൾ നിഫ്റ്റിക്ക് അപ്പർ സൈഡിലേക്ക് മറികടക്കുവാനായില്ല. മാത്രമല്ല ഡൗൺ സൈഡിലേക്ക് 24,400 എന്ന മിനിങ്ങാമത്തെ ഡേ ലോ മാത്രമല്ല 24,500 എന്ന സൈക്കോളജിക്കൽ ലെവൽ പോലും ഇന്ന് നിഫ്റ്റിക്ക് തൊടേണ്ടതായിട്ട് പോലും വന്നിരുന്നില്ല. ആയതിനാൽ തന്നെ ഇന്ന് ടെക്നിക്കലായിട്ടുള്ള ഫാക്ടേഴ്സും മാർക്കറ്റിനെ കൺസോളിഡേഷനിലേക്ക് തന്നെ നയിക്കുകയും ചെയ്തു. ഇന്ന് ഇന്ത്യ വിക്സ് ഹൈലി വോൾട്ടൈൽ ആയിരുന്നു. പല ഘട്ടങ്ങളിലും 2% ഉയർച്ച ഇന്ത്യ വിക്സിൽ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഉടനടി തന്നെ ഇന്ത്യ വിക്സ് ഇടിവും രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് ഇന്ത്യ വിക്സ് ഹൈലി വോൾട്ടൈൽ ആയിരുന്നു എന്ന് തന്നെ പറയാം. എങ്കിലും അതിന് നമ്മുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്തില്ല. ഇന്നത്തെ മാർക്കറ്റിൽ വളരെ ശാന്തതാപൂർവ്വം തന്നെ സെൻസെക്സിന്റെ എക്സ്പയറിയും പൂർത്തിയാക്കുവാൻ സാധിച്ചു. കൂടാതെ അവസാന 3 ട്രേഡിംഗ് സെഷനുകളിൽ സെബിയുടെ പുതിയ നിയമപ്രകാരമുള്ള വെയ്റ്റഡ് ആവറേജ് ക്ലോസിംഗിന്റെ ഫലമായിട്ട് അനുഭവപ്പെട്ട വോൾട്ടാലിറ്റി ഇന്ന് കാര്യമായി മാർക്കറ്റിൽ അനുഭവപ്പെട്ടുമില്ല. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റും നിശ്ചലമാകുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. എനിവേ, വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടും ഹോർമോസുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രിയിൽ വരാൻ വേണ്ടി പോകുന്ന പുതിയ അപ്ഡേറ്റ്സുകളും പ്രഖ്യാപനങ്ങളും തന്നെയായിരിക്കും നാളെ ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിന്റെയും ഗതിവിധികളെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കാനും വേണ്ടി പോകുന്നത്. അവയെക്കുറിച്ചൊക്കെ നാളെ രാവിലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഗ്രൂപ്പിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെക്കാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതുമാണ്. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 159 പോയിന്റുകളുടെ നേട്ടത്തിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ജർമ്മൻ മാർക്കറ്റുകൾ 0.5%, ഫ്രാൻസ് മാർക്കറ്റ് 0.25% നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏഷ്യൻ മാർക്കറ്റ്സിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ടും സാധിക്കുക. ഇന്ന് ഇന്ത്യ, സിംഗപ്പൂർ, തായ്ലൻഡ്, ചൈനീസ് മാർക്കറ്റുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായുള്ളൂ. ഗോൾഡിന്റെ വില ഫ്ലാറ്റ് ആയിട്ട് തുടരുന്നുമുണ്ട്. $4,267.99 ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. എന്തൊക്കെയായാലും തുടർച്ചയായി ഇന്ന് മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റിക്ക് 26,600 എന്ന ലെവലിന് മുകളിലായിട്ട് ഇന്നും ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായി ഹോർമോസുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രധാന പ്രഖ്യാപനം വരാനിരിക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,600 എന്ന ലെവൽ അതിപ്രധാനവുമാണ്. കാരണം ഈ ലെവലായിരുന്നു വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തുടങ്ങി പിന്നീട് സീസ് ഫയർ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വരെ സൃഷ്ടിക്കപ്പെട്ടിരുന്ന സ്വിംഗ് ഹൈയും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ജൂനിപ്പർ ഗ്രീൻ എനർജി സ്റ്റോക്ക് ഇന്ന് NSE പ്ലാറ്റ്ഫോമിൽ IPO പ്രൈസിൽ നിന്നും 9% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെട്ടു. MV ഇലക്ട്രോ സിസ്റ്റംസ് സ്റ്റോക്ക് ഇന്ന് NSE പ്ലാറ്റ്ഫോമിൽ IPO പ്രൈസിൽ നിന്നും 22% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെട്ടു. സ്റ്റെർലൈറ്റ് ടെക് 1,760 കോടി രൂപയുടെ പുതിയൊരു
ഇന്റർനാഷണൽ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. സ്വാൻ ഡിഫൻസ് ഡെൻമാർക്കിൽ നിന്നും 4 അഡ്വാൻസ്ഡ് ടക്സിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 250 മുതൽ 750 കോടി രൂപ മൂല്യം വരുന്ന പുതിയ കരാറുകൾ കമ്പനിക്ക് ലഭിച്ചു. PTC ഇൻഡസ്ട്രീസ് ടൈറ്റാനിയം കാസ്റ്റിംഗുകളുടെ സപ്ലൈയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എയർബസുമായിട്ട് കമ്പനി പുതിയൊരു കരാറിൽ ഏർപ്പെട്ടു. ഏജിസ് ലോജിസ്റ്റിക്സ് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റില് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 131 കോടി രൂപയിൽ നിന്നും ഇത്തവണ 484 കോടി രൂപയായിട്ട് നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 37% വർധനവും രേഖപ്പെടുത്തി. അനൂപ് എഞ്ചിനീയറിംഗ് നെറ്റ് പ്രോഫിറ്റില് 97.8% ഇടിവും റവന്യൂവില് 28.6% ഇടിവും റിപ്പോർട്ട് ചെയ്തു. ട്രെൻഡ് നെറ്റ് പ്രോഫിറ്റില് 26%ന്റെയും റവന്യൂവില് 18% വർധനവ് രേഖപ്പെടുത്തി. സമവർധന മൊതേഴ്സൺ നെറ്റ് പ്രോഫിറ്റില് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 512 കോടി രൂപയിൽ നിന്നും ഇത്തവണ 1032 കോടി രൂപയായിട്ട് ഏകദേശം ഇരട്ടിയോളം വർധനവ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 17% വർധനവ് രേഖപ്പെടുത്തി. ബജാജ് ഇലക്ട്രിക്കൽസ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 0.9 കോടി രൂപ നെറ്റ് പ്രോഫിറ്റിൽ നിന്നും ഇത്തവണ 48.8 കോടി രൂപയായിട്ട് നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചപ്പോൾ റവന്യൂവില് 2.3% നേരിയ വർധനവും രേഖപ്പെടുത്തി. ക്യാമ്പസ് ആക്റ്റീവ് വെയർ നെറ്റ് പ്രോഫിറ്റില് 17.7%ന്റെയും റവന്യൂവില് 12.2%ന്റെയും വർധനവ് റിപ്പോർട്ട് ചെയ്തു.